ിക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വാഴുന്നേ. ിക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വാഴുന്നേ. അമ്മേ, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചാകുവേ അമ്മേ. തമ്പുവിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. ഇവനിത് എന്തു പറ്റി? വല്ല കുഴിയിലും ചെന്ന് ചാടിയോ? എന്തായാലും ഒന്ന് പോയി നോക്കാം. അയ്യോ, എന്റെ വയറിപ്പോ പൊട്ടിപ്പോകുവേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എനിക്ക് വയ്യേ, ഞാനിപ്പം ചാകും അമ്മേ. എന്തു പറ്റി തമ്പു? എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വെക്കുന്നത്? ഒന്നും പറയണ്ട കറമ്പി, വയറുവേദന എടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, ഞാനിപ്പോ ചാകും. നീ ഇങ്ങനെ കരയാതെ തമ്പു. ആട്ടെ, വേദന എപ്പ തുടങ്ങിയതാ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ? ഇന്ന് നേരം വെളുത്ത് എണീറ്റപ്പോ തുടങ്ങിയതാ. പല്ല് പോലും തേച്ചില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. കഷ്ടം. അമ്മേ, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചാകുവേ അമ്മേ. ആഹാ, അത് ശരി. നിനക്കിപ്പോ നിൽക്കാനും ഇരിക്കാനും വയ്യെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ നിൽക്കുവാണല്ലോ. ദേ കറുമ്പി, നീ എന്റെ വായിന്ന് വെറുതെ കേൾക്കാൻ നിൽക്കേണ്ട. എനിക്കിവിടെ വയറുവേദന എടുത്തിട്ട് എരിപിരി സഞ്ചാരം കൊള്ളുമ്പോഴാ നിന്റെ ഒരു തമാശ. നീ ഇതിന് വല്ല പരിഹാരവും കാണാൻ പറ്റുമെന്ന് നോക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. നീ ഒന്ന് സമാധാനപ്പെട് തമ്പു, ഞാനൊന്ന് ആലോചിക്കട്ടെ. വല്ലതും നടക്കുവോ ആവോ, അല്ലെങ്കിൽ എന്നെ കുടിയിലേക്ക് എടുക്കേണ്ടി വരുമോ? ഒരു വഴിയുണ്ട്. എന്തു വഴി? നമ്മുടെ ചിമ്പന്റെ വകയിൽ ഒരു വല്യപ്പനുണ്ട്. ആള് പേരുകേട്ട വൈദ്യനാ. ഏത് സോക്കേടും പുഷ്പം പോലെ ചികിത്സിച്ചു മാറ്റും. പക്ഷേ എന്താ ഒരു പക്ഷേ? ആളിവിടെ സ്ഥലത്തുണ്ടോന്ന് എനിക്കറിയില്ല. അതറിയണമെങ്കിൽ ആദ്യം ചിമ്പനെ കണ്ട് അന്വേഷിക്കണം. എന്നാ നീ വേഗം പോയി അന്വേഷിക്ക്, എനിക്ക് അത്ര വയ്യ. അയ്യോ, എന്റെ വയറ്. നീ സമാധാനായിട്ടിരിക്കേ, ഞാൻ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. കറുമ്പി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ജീവനോടെ ഉണ്ടായാ മതിയായിരുന്നു. ചിമ്പാ, ഞാനിവിടെ ഉണ്ട്. എന്താ കറുമ്പി, എന്താ വിശേഷം? എനി പ്രോബ്ലം?
പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഒരു വലിയ പ്രോബ്ലം. അതൊന്ന് സോൾവ് ചെയ്യാനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. നീ ആദ്യം പ്രോബ്ലം എന്താണെന്ന് പറ, എന്നിട്ടല്ലേ സോൾവ് ചെയ്യുന്ന കാര്യം ആലോചിക്കേണ്ടത്. നമ്മുടെ തമ്പുവിന് വയറുവേദന, നിൽക്കാനും ഇരിക്കാനും വയ്യ. അവിടെ കിടന്ന് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവനിപ്പോ വയറുവേദന വരാൻ എന്താ കാരണം? ഇന്നലെ അവന്റെ ഒരു ബന്ധുവീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വല്ലതും വാരി വലിച്ചു തിന്നു കാണും. അതൊന്നും എനിക്കറിയാൻ മേല. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പുകയാ. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അതെ, ഞാൻ ഡോക്ടർ ഒന്നും അല്ലല്ലോ. നീ ഡോക്ടറല്ലെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ നിന്റെ കുടുംബത്തിലൊരു വലിയ വൈദ്യരുണ്ടല്ലോ. അതേത് വൈദ്യരാ? നിന്റെ വകയിലൊരു വല്യപ്പനില്ലേ? ഓ, എന്താ അങ്ങേരുടെ പേര്? മൂപ്പരിപ്പ സ്ഥലത്തുണ്ടോ? കുഞ്ഞാണ്ടി വല്യച്ഛൻ ഉണ്ടുണ്ട്. വല്യച്ഛനിപ്പോ സ്ഥലത്തുണ്ടല്ലോ. ഇന്നലെ ശ്രീലങ്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതെ, ഇന്ന് രാത്രി തമിഴ്നാട്ടിലേക്ക് പോകുന്നാ കേട്ടത്. അങ്ങനെ പറഞ്ഞു കേട്ടു. തമിഴ്നാട്ടിൽ എന്താ പരിപാടി? അവിടുത്തെ കാട്ടില് സിംഹരാജനെ വിട്ടുമാറാത്ത തലവേദന, അതൊന്നും ചികിത്സിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. നിന്റെ വല്യപ്പൻ ആള് കൊള്ളാലോ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. തമ്പുവിനെയും കൂട്ടി നേരെ നിന്റെ വല്യപ്പൻ അടുത്തേക്ക് പോകാം. മൂപ്പൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കില്ല. എന്നാ പിന്നെ ആലോചന നിൽക്കണ്ട, വേഗം പുറപ്പെടാം. അമ്മേ, എന്റെ കാര്യം പോക്കാണല്ലോ. വൈദ്യരെ അന്വേഷിച്ചു പോയ കറമ്പിയേയും കാണുന്നില്ല. ഈ കണക്കിന് പോയാ ഞാൻ ഇപ്പൊ ചാകും. എന്റെ വയറേ, എന്തൊരു വേദനയായത്. ആഹാ, നീ ഇപ്പോഴും നിലവിളിച്ചോണ്ട് നിൽക്കുവാണല്ലോ. എങ്ങനെയുണ്ട് വയറുവേദന? വല്ല കുറവുണ്ടോ? കുറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ലക്ഷണം കണ്ടിട്ട് ഏതാണ്ട് ദഹനക്കേടാണെന്നാ തോന്നുന്നത്. ഈ വാരി വലിച്ചു തിന്നപ്പോഴേ അവനവന്റെ വയറിന്റെ കാര്യമെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയാണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കടാ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഞാനൊരു തമാശ പറഞ്ഞല്ലടാ കള്ള. അതെ, നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. നടക്ക്, നമുക്ക് നേരെ കുഞ്ഞാണ്ടി വല്യപ്പന്റെ അടുത്തേക്ക് പോകാം. നടക്കടോ, മൂപ്പര് മാറ്റി തരും നിന്റെ സ്റ്റോമക് പെയിൻ. സ്റ്റോമക് പെയിനോ? ആടോ, സ്റ്റൊമക് പെയിൻ എന്ന് വെച്ചാലേ വയറുവേദന. പള്ളിക്കൂടത്തിൽ പോകേണ്ട സമയത്ത് പോകാത്തതിന്റെ കുഴപ്പമാണിത്. മനസ്സിലായോടാ? ഓ, ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു. എന്റെ ചിമ്പ, നിന്റെ ഈ ഡയലോഗടെ ഒന്ന് നിർത്തിയിട്ട് ഉള്ള നേരത്തെ തമ്പുവിനെ ആ വൈദ്യരുടെ അടുത്തെത്തിക്കാൻ നോക്ക്. അത് ശരി, ഇപ്പൊ എനിക്കായി കുഴപ്പം. ഞാൻ എപ്പോഴേ റെഡി തമ്പു. എന്നാലേ പതി അങ്ങോട്ട് നീങ്ങല്ലേ? കൊറേ പോകാനുണ്ടോ ഇവിടുന്ന്? അധികം ദൂരമൊന്നുമില്ല, എന്നാലാ കുറച്ചു ദൂരം ഉണ്ട് താനും. അയ്യോ, ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ വയ്യ. ഇപ്പൊ തന്നെ എന്റെ കയ്യും കാലും കുഴഞ്ഞ അവസ്ഥയാ. എന്റെ അമ്മേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു ആംബുലൻസ് വിളിക്കാൻ പറ്റുമോ? ആംബുലൻസ്? നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ ആംബുലൻസ് ഈ ഭൂലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നിർബന്ധമാണെങ്കിലേ പറഞ്ഞുണ്ടാക്കേണ്ടി വരും. പക്ഷേ അതിന് കുറെ കാലതാമസം എടുക്കും. എന്നാ പിന്നെ നടക്കാം. അതാ നല്ലത്. എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ. അമ്മേ, വൈദ്യരുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഞാൻ ചാകാതിരുന്നാ മതിയായിരുന്നു. ആരാ? ഓ, നീയായിരുന്നോ? കുറെ കാലമായല്ലോ നിന്നെ കണ്ടിട്ട്. അതിന് വല്യച്ഛൻ ഇവിടെ ഉണ്ടാവണ്ടേ? ഫുൾ ടൈം യാത്രയല്ലേ? ജീവിതം തന്നെ ഒരു യാത്രയല്ലേ മോനെ? പഠിച്ചത് ആയുർവേദമായതുകൊണ്ട് പല ദേശങ്ങളിൽ നിന്നും അന്വേഷണം വരും. അതാ ഈ സഞ്ചാരം മുഴുവൻ. ആകട്ടെ, ഇവരൊക്കെ ആരാ? ഇത് തമ്പു, മറ്റേത് കറമ്പി. കറുത്തു പോയതാണ്. എന്റെ ഫ്രണ്ട്സാണ്. ഓഹോ, ഇവനെ കണ്ടിട്ട് ആകെ മതം പൊട്ടി നിൽക്കുന്ന ലക്ഷണമാണല്ലോ. അയ്യോ, അവനങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അവന് വയറുവേദനയാ. അതേ വല്ലിച്ച, അവന് വയറുവേദന സഹിക്കാൻ വയ്യാണ്ടായപ്പോ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. വല്ലിച്ചന്റെ കയ്യില് വയറുവേദനയ്ക്കുള്ള മരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ. ഓ, അപ്പോൾ അതാണ് കാര്യം. ആട്ടെ, എപ്പോഴാ വയറുവേദന തുടങ്ങിയത്? ഇന്നലെ രാത്രിയിലേ ഉണ്ട്. നേരം വെളുത്തപ്പം കൂടി. ഇന്നലെ എന്താ കഴിച്ചത്? കുറച്ച് കരിമ്പ്, പിന്നെ കുറച്ച് മുളന്തണ്ടും. മൊത്തത്തിലുള്ള ലക്ഷണം കണ്ടിട്ട് ദഹനക്കേടാന്നാ തോന്നുന്നത്. ആട്ടെ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടോ? ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ.
എന്തായാലും ഞാനൊരു മരുന്ന് തരാം, അതങ്ങ് കഴിച്ചാ മതി. തന്റെ വയറുവേദന പമ്പ കടക്കും. എന്നാ ഇതങ്ങ് വായിലേക്ക് വെച്ചോ, അത് അലിഞ്ഞലിഞ്ഞങ്ങ് പോയിക്കോളും. തുപ്പരുത്. ആയിക്കോട്ടെ. എന്തു പറ്റി തമ്പു? എന്ത് പറ്റിയെന്നോ? കഴിച്ചിട്ട് വയ്യ. ഇതെന്ത് മരുന്നാ? ഇറക്കണം മൊത്തം കയ്പുണ്ടാകും. അതുകൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞത് തുപ്പരുത് എന്ന്. ഇത് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ മരുന്നാ, വയറുവേദന മാറാൻ മാത്രമുള്ള മരുന്നാ. നിങ്ങൾ നോക്കിക്കോ, തമ്പുവിന് ഇനി ജന്മത്തിന് വയറുവേദന വരില്ല. ഉറപ്പാണോ? അതിനെന്താ ഇത്ര സംശയം? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ വല്യച്ഛൻ പുലിയാണെന്ന്. മരുന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോയാലോ? ആ, പോകാം. അതിനു മുൻപ് എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണമെന്നുണ്ട്. ദേ, ഈ വഴിക്ക് നേരെ നടന്നാൽ ഒരു പുഴയുണ്ട്. അവിടെ നിന്നും വയറ് നിറയെ ശുദ്ധജലം കുടിച്ചിട്ട് പോയി വിശ്രമിക്ക്. വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാ വേദനയും പമ്പ കടക്കും. ആയിക്കോട്ടെ വൈദ്യരെ, വളരെ നന്ദിയുണ്ട്. എടാ, വൈദ്യരുടെ ഫീസ് എങ്ങനെയാന്ന് ചോദിച്ചേ? വല്യച്ഛന്റെ ഫീസ് എങ്ങനെയാണെന്ന് തമ്പു ചോദിക്കുന്നു. ഓ, തൽക്കാലം ഫീസ് ഒന്നും വേണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കാം. നിങ്ങൾ പോയിക്കോ, ഞാൻ കുറച്ചു നേരം സ്വസ്ഥമായൊന്നിരിക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് നീങ്ങാം അല്ലേ? ഇതെങ്ങോട്ട് രണ്ടാളും കൂടെ ധൃതിയിൽ? ഞങ്ങൾ തമ്പുവിന്റെ അടുത്ത് വരെ പോകുക. അവൻ ഇന്നലെ മുഴുവൻ വയറുവേദനയായിരുന്നു. ഷോ, കഷ്ടം. എന്നിട്ട് എന്ത് ചെയ്തു? എന്തു ചെയ്യാനാ, അവന് വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഞാൻ പിന്നെ എന്റെ ഒരു വല്യച്ഛനുണ്ട് വൈദ്യര്, അങ്ങേരടുത്ത് കൊണ്ടുപോയി കുറച്ച് മരുന്നെല്ലാം വാങ്ങിക്കൊടുത്തു. ഇപ്പൊ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കണം. എന്നാ പിന്നെ ഞങ്ങളും വരാം. അവന്റെ വയറുവേദന മാറിയോ നോക്കാലോ, പാവം. എന്നാ വാ, നമുക്ക് നീങ്ങാം. അയ്യോ തമ്പു, നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ? വയറുവേദന മാറിയില്ലേ? എവിടുന്ന് മാറാൻ? കൂടുവല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്ത് മരുന്നാ അയാള് തന്നത്? വായിലെ കയ്പ് ഇതുവരെ മാറിയിട്ടില്ല. ചേടാ, ഇതെന്നാ പറ്റി? വല്യച്ഛൻ ചികിത്സിച്ചിട്ട് ആരുടെ അസുഖം മാറാതിരുന്നിട്ടില്ലല്ലോ എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ വല്യച്ഛൻ തന്നെ പറയാറുള്ളതാണ്. അതൊക്കെ നിന്റെ വല്യച്ഛൻ തള്ളണതായിരിക്കും. ഇനി അങ്ങേരെ എന്റെ മുന്നിൽ കണ്ട തുമ്പി കൈകൊണ്ട് അടിച്ചു കൊല്ലും. എന്റെ തമ്പു, നീ ഒന്ന് സമാധാനപ്പെട്. നിന്റെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്ത് പരിഹാരം? വീണ്ടും എന്നെ ഒരു പരീക്ഷണ വസ്തു ആക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കൂല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. അയ്യോ, എന്റെ വയറിപ്പൊ വീർത്ത് പൊട്ടിപ്പോകുമല്ലോ. അതെ, നിനക്ക് അത്രയ്ക്കും വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ നിക്ക്, ഞാനൊന്ന് തിരുമ്പി തരാം. ഒന്ന് പോടാ, ഇനി അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. പാവം തമ്പു, അവന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്താ ഇപ്പൊ ചെയ്യുക? എന്തെങ്കിലും ഒരു പരിഹാരം ഉടനടി കാണണം. ആ, നമ്മൾ വീടിന്റെ അടുത്തൊരു മൃഗാശുപത്രി ഇല്ലേ? അവിടെ പോയി ആ മൃഗ ഡോക്ടറെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാലോ? അത് നല്ല ഐഡിയ. അയാളുടെ കയ്യിൽ എന്തെങ്കിലും നല്ല മരുന്ന് കാണാതിരിക്കില്ലല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, കിട്ടും പെറ്റിയും കൂടെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവാ. ഞാനും പൊന്നും ഇവിടെ തമ്പുവിന്റെ അടുത്തിരിക്കാം. അങ്ങനാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പോയി അവരെയും കൂട്ടി വരാം. വാ പറ്റി, നമുക്ക് വേഗം പോവാം. നീ ഇതെന്ത് കാണിക്കുവാടാ? നന്നായിട്ട് തിരുമടാ. നീ ഇങ്ങനെ തടവുമ്പം എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ആഹാ, നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടല്ലേ? എനിക്കിവിടെ കൈ കടഞ്ഞിട്ട് വയ്യ. ഇനി മതി. നിനക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ വയറുവേദന വരും, അന്ന് മനസ്സിലാവും
ഇതിന്റെയൊക്കെ വേദന എന്താണെന്ന്. നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ തമ്പു. സത്യമായിട്ടും എന്റെ കൈ കടഞ്ഞിട്ടാ. അവരെത്തിയല്ലോ. ഡോക്ടറെ, ദേ ഇതാണ് തമ്പു. വയറുവേദന സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അക്കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇതെന്തിനാ ഡോക്ടറെ തോക്കൊക്കെ? മയക്കുവെടി വെക്കാൻ. ആനകളെ ഞങ്ങൾ മയക്കുവെടി വച്ച് മയക്കിയതിനു ശേഷം മാത്രമേ ചികിത്സിക്കാറുള്ളൂ. അപ്പോ തമ്പുവിന്റെ കാര്യം ഏകദേശം തീരുമാനമായി. അയ്യോ ഡോക്ടറെ, മയക്കുവെടിയൊന്നും വെക്കണ്ട. തമ്പു പാവാ, അവനൊന്നും ചെയ്യൂല. നിങ്ങൾ അങ്ങനെ പലതും പറയും, പക്ഷേ മയക്കുവെടി വയ്ക്കാതെ ഒരാനയെ പോലും ചികിത്സിച്ച ചരിത്രം ഞങ്ങൾക്കില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, എനിക്കാ തോക്ക് കാണുമ്പോൾ തന്നെ പേടിയാകാ. അയാളോട് എന്നെ വെടിവെക്കില്ലെന്ന് പറ. ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല. ഡോക്ടറെ, തമ്പു പറഞ്ഞത് കേട്ടില്ലേ? അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് വെടി വെക്കരുത് പ്ലീസ്. വല്ല മരുന്നും ഉണ്ടെങ്കിൽ കൊടുത്താ മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മരുന്ന് കൊടുക്കണമെങ്കിൽ തന്നെ ആദ്യം മയക്കണം. പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഡോക്ടർ ആണെന്നൊന്നും ഞാൻ നോക്കുകയല്ല. കാലെ പിടിച്ച് വലിച്ച് അലക്കും ഞാൻ. മനസ്സിലായല്ലോ? അവന്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാനയും വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ, വെടി വെക്കല്ലേ. വയ്ക്കും. വെക്കല്ലേ? വയ്ക്കും, വെടിവയ്ക്കും. ഇവനെ മയക്കി മരുന്ന് കൊടുത്ത് മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. റെഡി, 1 2 3. അയ്യോ, എന്റെ തോക്കില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഹായ് മാലാഖമാരെ, എന്ത് അത്ഭുതം! നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞങ്ങൾക്ക് എത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ സഹായിച്ചല്ലേ മതിയാവൂ. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിക്കാൻ പരുന്തിനെ അയച്ചതും ഞങ്ങളാണ്. ആശ്ചര്യമായിരിക്കുന്നു, പാവം ഡോക്ടർ. അധികം ദൂരം ഓടേണ്ടി വരില്ല. അതിനു മുമ്പ് ഡോക്ടർക്ക് തോക്ക് കിട്ടിയിരിക്കും. എന്റെ പൊന്നു മാലാഖമാരെ, ഇനി നിങ്ങളോട് മാത്രമേ എന്റെ വയറുവേദനയെ പറ്റി പറയാനുള്ളൂ. തമ്പുവിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വയറുവേദന മാറാനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ചങ്ങാതി കൂട്ടത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ മിക്കായേൽ. ഇന്നലെ നിങ്ങൾ കാട്ടിൽ വന്നിരുന്നു അല്ലേ? ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയില്ല മിക്കായേൽ. എന്നാൽ ഞാൻ പറയാം. നല്ല പലഹാരത്തിന്റെ മണം ഇതെവിടുന്ന് വന്നു? നിങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളെല്ലാം തമ്പു അകത്താക്കി. പാവം തമ്പു അതിൽ പലഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചെയ്തതാ. അത് മാത്രമല്ല, പ്ലാസ്റ്റിക് വയറ്റിലെത്തിയാൽ അത് ദഹിക്കില്ലെന്ന് തമ്പുവിന് അറിയില്ലല്ലോ. അത്രയും ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ തമ്പു കാട്ടിലെ രാജാവായേനെ. ഒന്ന് പോടാ. എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചില്ല. ഇനി എന്തായാലും ഒരിക്കലും ആവർത്തിക്കില്ല. തെറ്റെന്റെ ഭാഗത്തുകൂടെ ഉണ്ട്. ഇത്തിരി ആർത്തി കൂടുതലാ എനിക്ക്. അപ്പൊ പ്ലാസ്റ്റിക് വിഴുങ്ങിയതിന്റെയാ ഈ വയറുവേദന? തീർച്ചയായും. ഇതൊന്ന് മാറിക്കിട്ടാൻ എന്താണ് മിഖായേൽ ഒരു വഴി? വല്ല മരുന്നുമുണ്ടോ? എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മരുന്നുണ്ട് തമ്പു. ഇവിടെ കാട്ടിലൊരു ഞാലിപ്പൂവൻ പഴത്തോട്ടമുള്ളത് നിനക്കറിയാലോ? പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകാറുള്ളതല്ലേ. എന്നാൽ നേരെ അങ്ങോട്ട് വെക്കോ. അവിടെ ചെന്ന് ഒരു 5-6 കുല പഴവും തിന്ന് തൊട്ടടുത്തുള്ള അരുവിന്ന് കുറച്ച് വെള്ളവും കുടിച്ചോ. ദഹന വ്യവസ്ഥ ശരിയാക്കാൻ വേണ്ടിയാണ്. അതിന്റെ കൂടെ വയറുവേദനയും മാറിക്കൊള്ളും. എന്നാ പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് പോയേക്കാം. പിന്നല്ല. പിന്നെ ഒരു കാര്യം കൂടി,
കാട്ടിനുള്ളിലെ എല്ലാ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് വൃത്തിയാക്കുക. ആരും കാട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക. പ്രകൃതി ദൈവം നമുക്ക് നൽകിയ വരദാനമാണ്. അത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. ശരി മിഖായിൽ, താങ്ക് യു.